ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള ചില വാക്യങ്ങളാണ്. മറ്റൊരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം പറഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവനോട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതമെന്ന് പറഞ്ഞു. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഈ വചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഈ മനുഷ്യനെ സൗഖ്യമാക്കിയത്? ഒന്ന്, യേശുക്രിസ്തു ആരാണെന്ന് ഈ മനുഷ്യനിലൂടെ കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, പരീശന്മാരും ശാസ്ത്രിമാരും ഇവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് അവനെ ഒരു കുറ്റം ചുമത്തേണ്ടതിന് നോക്കിയിരിക്കുകയാണ്. ശബത്തിൽ അവരുടെ കാളയോ കഴുതയോ ആടോ മാടോ ഏതെങ്കിലുമൊക്കെ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ അവർ അതിനെ പോയി എടുക്കും. കയ്യോ കാലോ ഒടിഞ്ഞ് അവർ ശുശ്രൂഷ ചെയ്യും. അതിന് സൗഖ്യം കൊടുക്കുവാനായിട്ട് അവർ മരുന്നെല്ലാം ചെയ്യും. എന്നാൽ വരണ്ട കൈയുള്ള, ശോഷിച്ച കൈയുള്ള ഒരു മനുഷ്യൻ ആ പള്ളിയിലുണ്ട്. അപ്പോൾ യേശുക്രിസ്തു വന്നിട്ട് ഇവന് സൗഖ്യം കൊടുക്കുമോ എന്ന് യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്തുവാനും ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉള്ളിലെ ആ ദുഷ്ടവിചാരം അറിഞ്ഞപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയാണോ തിന്മ ചെയ്യുകയോ ജീവൻ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതമെന്ന് പറഞ്ഞു. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യരുടെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. ഇവിടെ ഇവർ ഉത്തരവൊന്നും പറയുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറ്റം ചുമത്തുവാനായിട്ട് നോക്കിയിരിക്കുക. യേശുവിനെ ഏതെങ്കിലും രീതിയിൽ കുറ്റം ചുമത്തി പിടിക്കണം, യേശുവിനെ ഏതെങ്കിലും രീതിയിൽ അപമാനിക്കണം, അതിനുവേണ്ടി നോക്കിയിരിക്കുകയാണ്. ശബത്തിനും കർത്താവ് യേശുക്രിസ്തു ശബത്തിൽ ആ മനുഷ്യനെ സൗഖ്യമാക്കി. അതുകൂടാതെ പള്ളിയിൽ വെച്ചിട്ടൊരു 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേറെ ഇഷ്ടംപോലെ ദിവസങ്ങളില്ലേ, നീ ശബത്തിൽ തന്നെ സൗഖ്യമാക്കണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതായത് വളരെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 18 വർഷമായിട്ട് ആ പള്ളിയിലൊന്നും നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കെട്ടപ്പെട്ടിരിക്കുന്ന ആ സഹോദരിയെ സൗഖ്യമാക്കിയപ്പോൾ അവർക്ക് അതിൽ സന്തോഷിക്കുവാനായിട്ടൊന്നുമില്ല. അവൾ അങ്ങനെ കൂനിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ശബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിലെ ചില ഘനം കുറഞ്ഞ കാര്യങ്ങളെ മുറുകെ പിടിക്കുന്ന ചില ആളുകളെ അന്നും ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ വചനം ധ്യാനിക്കുവാനായിട്ടുള്ള ഒരു കാരണം, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കാണുകയുണ്ടായി. വളരെ തടിച്ച് ഒരു സോട്ടും കൂട്ടും ഒക്കെ ഇട്ട ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ജോയി തോമസ് എന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു ചെറിയ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ശകലം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കിയത് അവൻ സ്തോത്ര കാഴ്ചയും കൊടുക്കില്ല, മറ്റുള്ളവർക്ക് കൈയും കൊടുക്കില്ല, അതിനാലാണ് യേശുക്രിസ്തു അവനെ സൗഖ്യമാക്കിയത് എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയുണ്ടായി. കാരണം യേശുക്രിസ്തു വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ഒരു വ്യാഖ്യാനം പോലും അതിന് ആവശ്യമില്ല. എന്നാൽ തിരുവെഴുത്തിനെ വളച്ചൊടിച്ച് തങ്ങളുടെ കീശയിലേക്ക് പണം വരുവാൻ വേണ്ടി ഇങ്ങനെയുള്ള, ഞാൻ ഇതുവരെയുള്ള മെസ്സേജുകളിലൊന്നും ആരുടെയും പേരുകളൊന്നും പ്രസ്താവിച്ചിട്ടില്ല. ഇനി അത് പേരുകൾ പ്രസ്താവിക്കാതെ നിവൃത്തിയില്ല. കാരണം ഇത് ആരെങ്കിലുമൊക്കെ പറയുവാനായിട്ട് വേണ്ടേ? ഇവരുടെ ഈ അന്യായങ്ങൾ, ഈ കൊള്ളരുതായ്മകൾ, ഇതൊന്നും പറയുവാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ഞാനത് പേര് പറയുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ പേര് പറഞ്ഞില്ലെങ്കിൽ ഇത് ആരാണ് എന്താണെന്ന് അറിയില്ലല്ലോ. ജോയി തോമസ് എന്നാണ് അയാളുടെ പേര്. നല്ല തടിച്ചിട്ട് ഷർട്ടും ടൈയും എല്ലാം കെട്ടിയിട്ട് ഒരു വലിയ ദൈവദാസൻ, നല്ല ചീർത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ പറയുകയാണ്, എന്താണ് അവന് സൗഖ്യമാക്കിയത് ഇവൻ സ്തോത്രക്കാഴ്ച കൊടുക്കാത്തതുകൊണ്ടാണെന്ന്. എത്രയോ വേദനാജനകമായ കാര്യങ്ങളാണ്. തിരുവെഴുത്തിനെ വളച്ചൊടിച്ച് ഇവരുടെ പോക്കറ്റിലേക്ക് പണം വരുവാൻ വേണ്ടി സാധുക്കളായ മനുഷ്യരെ വഞ്ചിക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേറ്റിരിക്കുന്ന ഈ കാലയളവിൽ നാം വളരെ ജാഗ്രതയോടെ നിൽക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് മാത്രം വഞ്ചനയുടെ ഒരു ആത്മാവ് വ്യാപരിക്കുകയാണ്. ഞാൻ എൻ്റെ കഷ്ടകാലത്ത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഈ പാസ്റ്റർമാരൊന്നും കഷ്ടത അനുഭവിച്ചിട്ടില്ല. അവർക്ക് കഷ്ടത അനുഭവിക്കാത്തതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അറിയുകയില്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ അറിഞ്ഞാൽ മാത്രമാണ്, ആ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമാണ് ശരിയായ നിലയിൽ ഒരു ദൈവവചനം പഠിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. ഇവരതൊന്നും അറിഞ്ഞിട്ടില്ല. ഇവർ പണം കൊണ്ട്, മറ്റുള്ളവരുടെ പണം മേടിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഇവർക്കത് ശരിയായ നിലയിൽ പ്രായോഗിക ജീവിതത്തിൽ അവർ അത് അപ്ലൈ ചെയ്തിട്ടില്ല. അവരെങ്ങനെ തങ്ങളുടെ വായിൽ എന്താണോ തോന്നുന്നത്, പണം കിട്ടാൻ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തിൽ കൗശലമാക്കി പറഞ്ഞ് എങ്ങനെയെങ്കിലും മറ്റുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന പണം തങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴണം. ഇത്രയ്ക്കും കൗശലക്കാരായ ദ്രവ്യാഗ്രഹികൾ ഇന്ന് അധികമായിട്ട് വാഴുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ കഷ്ടകാലത്ത് ഞാൻ
തൃശ്ശൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ നാട്ടിലേക്ക് കോലഞ്ചേരിക്ക് വരികയുണ്ടായി. കോലഞ്ചേരിയിൽ വന്നതിന് ശേഷം ഒരു ശനിയാഴ്ച ദിവസമാണ്. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, വളരെ കഷ്ടത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോയി. എൻ്റെ അനുജനോട് ഞാനൊരു 100 രൂപ കടം ചോദിച്ചു. ഞാൻ അടുത്ത ദിവസം എനിക്ക് തരാമെന്ന് പറഞ്ഞ് 100 രൂപ കടം വാങ്ങിയിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ആലുവയിലുള്ള ഒരു സഭയിലേക്ക് പോവുകയാണ്. അപ്പോൾ 50 രൂപ അങ്ങോട്ട് 50 രൂപ ഇങ്ങോട്ട് വണ്ടിക്കാശ് വേണം. കൃത്യം വണ്ടിക്കാശ് മാത്രമേ ഞങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട, ചെറിയ കുഞ്ഞുങ്ങളാണ്, ടിക്കറ്റ് വേണ്ട, ഈ പൈസയുമായിട്ട് പോവുകയാണ്. എന്നാൽ കോലഞ്ചേരി ചെന്ന് കഴിയുമ്പോൾ ഒരു ബസ് കയറി കോലഞ്ചേരിയിൽ ഇറങ്ങി ഇനി ആലുവ ബസ് കയറണം. അങ്ങനെ കോലഞ്ചേരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്നോട് അവർക്ക് വിശക്കണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരേണ്ട വണ്ടിക്കാശിൻ്റെ കാര്യം ഓർക്കാതെ ഈ ബാക്കിയുള്ള 50 രൂപയ്ക്ക് അവർക്ക് പലഹാരങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് അങ്ങോട്ട് പോയി. ഞാനെന്നാൽ മറന്നുപോയി, ബാക്കി എൻ്റെ കയ്യിൽ തിരികെ വരുവാനുള്ള 50 രൂപ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ആലുവയിൽ ചെന്ന് ബസ് ഇറങ്ങി വീണ്ടും അവിടുന്ന് വേറൊരു ബസ് കയറണം, ആലുവ UC കോളേജിൻ്റെ അങ്ങോട്ടൊരു ബസ് കയറണം. അങ്ങനെ ഞാൻ അവിടെയുള്ള അങ്ങോട്ട് ബസ് കയറി. അതിനുള്ള പൈസ കൂടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ആരാധനയ്ക്കല്ലായിരുന്നു. പക്ഷേ ആ പള്ളിയിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്തോത്രക്കാഴ്ച ഇടണ്ട, അത്യാവശ്യം ആർക്കെങ്കിലും ഇടണമെങ്കിൽ അവരുടെ മുറിക്കുള്ളിൽ രഹസ്യമായിട്ടൊരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആരും അറിയാതെ കാണാതെ പോയി അതിനകത്തിടാം. സ്തോത്രക്കാഴ്ചയുടെ പേരിലൊന്നും അവിടെ ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ പോയി ആരാധന സമയത്തൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ആരാധന എല്ലാം കൂടി ദൈവവചനം എല്ലാം കേട്ടു വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങി എല്ലാവരുടെ യാത്രയെല്ലാം പറഞ്ഞ് 100 അംഗങ്ങളുള്ള വലിയ പണക്കാരുള്ള എല്ലാം ഉള്ള പള്ളിയാണ്, ആരാധനാലയമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിടെ അങ്ങ് നടക്കണം, അങ്ങനെ ബസ് കിട്ടാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നടക്കുന്ന വഴിയിലാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തിരികെ പോകുവാൻ ഇനി പൈസ ഇല്ല എന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ കർത്താവേ, എൻ്റെ കയ്യിൽ തിരികെ പോകാൻ ബസ് കൂലി ഇല്ലല്ലോ, ഇനി 3 ബസ് കയറണം. ഇവിടുന്ന് ആലുവയ്ക്ക് ഒരു ബസ് കയറണം, ആലുവയിൽ നിന്ന് കോലഞ്ചേരിക്ക് ഒരു ബസ് കയറണം, കോലഞ്ചേരിയിൽ നിന്ന് ഞാൻ തങ്ങുന്ന എൻ്റെ വീട്ടിലേക്ക് ഏഴക്കണ്ണാലേക്ക് ഒരു ബസ് കയറണം. ഞാൻ ആകെ വിഷമിച്ചു. കർത്താവേ ദൈവമേ, ഞാനിപ്പോൾ ഈ സഭാ ഹാളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ആരോടെങ്കിലും എനിക്കൊരു 200 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അവർ തരും. പക്ഷെ ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. ഈ സമയത്ത് അങ്ങനെ ചോദിച്ചാൽ അവർ പറയും നീ എന്തിനാണ് ഇത്രയും പൈസ ഇല്ലാണ്ട് ഈ പള്ളിയിലേക്ക് വന്നതെന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കാൻ ചോദിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഒരു വലിയ നോവുണ്ടായി. ഞാൻ പറഞ്ഞു കർത്താവേ, ആരോടും ഞാൻ ചോദിക്കില്ല, എന്നെ നീ സഹായിക്കണം കർത്താവേ. ഒരു ബസ്സാണെങ്കിൽ കടയെങ്കിലും പറഞ്ഞു പോരാ, 3 ബസ് കയറണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. ഈ ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് പോകുമ്പോൾ വലിയ പ്രശ്നമാണ്, കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് പറയും, അതൊരു ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞാൻ വിഷമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ആ പള്ളിയിൽ നിന്ന് ഒരാൾ പിന്നാലെ എൻ്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു, ബ്രദർ നിനക്ക് എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കോലഞ്ചേരിക്ക് അടുത്തുള്ള സ്ഥലത്താണ് പോകേണ്ടത്. ഓക്കെ ബ്രദർ, 1 മിനിറ്റ് നിൽക്കൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ തിരികെ പോയി. അയാൾ തിരികെ പോയിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഞാനൊരു ഓട്ടോറിക്ഷയിൽ 2-3 സഹോദരന്മാരെ കൊണ്ട് വന്നതാണ്, മീൻപാറ വരെ വണ്ടിയുണ്ട്, എനിക്ക് തിരികെ അവരിപ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല, അവർ വൈകിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കാലി ഓട്ടോറിക്ഷയാണ്, ബ്രദർ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. ആ സഹോദരൻ ഞങ്ങളെ ഓട്ടോറിക്ഷയിൽ കയറ്റി. അപ്പോൾ ഇടയ്ക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും മേടിക്കാൻ വേണ്ട, മീൻപാറ വരെ കൊണ്ടുവന്നിറക്കി. പിന്നെ അവിടുത്തെ കുറച്ച് വഴിയുള്ളൂ, അവിടെ നിന്ന് നടന്നു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പാസ്റ്റർമാരെന്ന് ഈ ദുഃഖമോ ദുരിതമോ കഷ്ടതയോ ഒന്നും അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടുണ്ടായ ഞാൻ അങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോയത് കൊണ്ടുണ്ടായ ഒരു ഗുണം, ഞാനിവിടെ പോണ്ടിച്ചേരിയിൽ വന്നതിന് ശേഷം ഒരു സഭയിൽ പോയി. വലിയ അംഗങ്ങളൊന്നും ഇല്ലാത്തൊരു സഭയാണ്. അവിടെ ഒരു പാസ്റ്ററും ഒരു 10-15 വിശ്വാസികളൊക്കെ മാത്രമേ ഉള്ളൂ. അതിലധികം സഹോദരിമാരാണ്, 1-2 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സഹോദരിമാരാണ്. അങ്ങനെ അവിടെ മെസ്സേജ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയമായപ്പോൾ കാണിക്കെടുക്കാന്ന് പറയും. ആ കാണിക്കെടുക്കുന്ന സമയമായപ്പോൾ ഒരു സഹോദരി യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബാത്റൂമിലേക്ക് പോയി. ഇത് കണ്ട പാസ്റ്റർ അവിടെ കിടന്നിട്ട് അലറി. കാണിക്കിടുന്ന ടൈമിൽ കർത്താവിന് കൊടുക്കേണ്ട സമയത്ത് ബാത്റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ കിടന്നിട്ട് അലറി. ആ സഹോദരിയുടെ കയ്യിൽ ചിലപ്പോൾ 1 രൂപ കൂടി ഉണ്ടാവുകയില്ല. ഇതൊന്നും ഈ പാസ്റ്റർമാർക്ക് അറിയില്ലല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന ഉണ്ടായി. ഞാൻ അവിടുന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ പറഞ്ഞു എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കണം പാസ്റ്റർ എന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ പറഞ്ഞു മൈക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മൈക്ക് എനിക്ക് തന്നു. ഞാൻ മൈക്കിൽ പറയാൻ വേണ്ടിയിട്ടൊന്നല്ല ആഗ്രഹിച്ചത്. അദ്ദേഹം എനിക്ക് മൈക്കൊക്കെ തന്നു. മൈക്ക് തന്നു കഴിഞ്ഞിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ആലുവയിൽ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് എന്നെ സഹായിച്ചു. ഒരു പക്ഷേ ആ സഹോദരി ആ കാണിക്കിടുന്ന ടൈമിൽ ബാത്റൂമിലേക്ക് പോയത് അവരുടെ കയ്യിൽ 1 രൂപ കൂടി ഉണ്ടാവുകയില്ല, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പോയതെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ അത് അഡ്മിറ്റ് ചെയ്യുകയും എന്നെ അടുക്കൽ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു ബ്രദർ ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി എന്ന് എന്നോട് പറയുകയും ചെയ്തു. എന്നാൽ ദ്രവ്യാഗ്രഹമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. എന്തായാലും അദ്ദേഹം അത് തിരുത്തുവാനായിട്ട് തയ്യാറായി. എന്നാൽ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് എന്ന പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. കാരണം ഏതൊക്കെ രീതിയിലാണ് വചനത്തെ വളച്ചൊടിച്ച് കൊണ്ടുവരുന്നത്. സ്തോത്രക്കാഴ്ച ഇടാത്തത് കൊണ്ടാണ് കർത്താവ് അവൻ്റെ കൈക്ക് സൗഖ്യം കൊടുത്തത് എന്ന് ഈ മനുഷ്യൻ പ്രസ്താവിക്കുകയാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ. പണത്തിന്മേൽ ആശ വെച്ചിട്ട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ പുറത്താക്കണം, നമ്മൾ തന്നെ പുറത്താക്കണം. അവർ പണത്തിന് വേണ്ടിയിട്ടാണ്.
സാജു ജോൺ മാത്യു എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ ബൈബിൾ പൂർണ്ണമായിട്ടും പ്രിന്റ് ചെയ്ത് വരുന്നതിന് മുമ്പ്, പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ്, അന്ന് കള്ളപ്രവാചകന്മാർ സഭകളിലൂടെ കയറി നടക്കുമായിരുന്നു. അവർ പണത്തെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായി ചർച്ചയായി വന്നിട്ട് അപ്പോസ്തലന്മാർ തീരുമാനമെടുത്തു. അവർ ഡിഡാക്ക എന്ന് പറയുന്ന ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ, അതിനകത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ ഒരു തീരുമാനമെടുത്തു, ഏതെങ്കിലും ഒരു പ്രവാചകനോ അപ്പോസ്തലനോ സഭയിൽ വന്നിട്ട് ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പ്രസംഗത്തിന് മുമ്പ് പണത്തെ ചോദിച്ചാൽ ഉറപ്പിച്ചുകൊള്ളുക അവൻ കള്ളപ്രവാചകനാണ് അല്ലെങ്കിൽ അവൻ കള്ള അപ്പോസ്തലനാണ് എന്ന് ഉറപ്പിച്ചുകൊള്ളുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ കാലത്തത് ബൈബിൾ പൂർണ്ണമായിട്ട് നമുക്ക് രേഖയാക്കി കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് രേഖയാക്കി നമ്മുടെ കൈകളിൽ ബൈബിൾ വന്നിട്ടുണ്ട്. ഇന്ന് കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള വഴി നമുക്ക് ഈ ബൈബിളിലൂടെ അറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നാം ഇവരെ ഭയപ്പെട്ട് നാം ഒരു പള്ളിയിലേക്ക് എന്തിനാണ് ഒരാൾ വരുന്നത്? ഇവർ സ്തോത്രക്കാഴ്ച മാത്രം നോക്കിയിരിക്കുന്ന ആളുകളാണ്. ഒരു പള്ളിയിലേക്ക് വരുമ്പോൾ ഇയാൾ പറയുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ വരണം. ഒരുപക്ഷെ സന്തോഷമില്ലാതെ ആയിരിക്കും പള്ളിയിലേക്ക് വരുന്നത്. അവിടെ കർത്താവിൻ്റെ ആത്മാവുകളെടുത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകും. അവൻ കട്ടപ്പെട്ടവനായിട്ട് അവൻ്റെ ഹൃദയത്തിൽ നൂറുകണക്കിന് ഭാരങ്ങളും നൂറുകണക്കിന് പ്രയാസങ്ങളും വേദനകളുമായിട്ട് അവൻ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്തോത്രങ്ങളും ആരാധനയും എല്ലാം കഴിയുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വതന്ത്രമാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവൻ്റെ ഹൃദയം പിടച്ച് വികസിക്കുന്നു. അവർ സന്തോഷമുണ്ടാകുന്നു. എന്നാൽ ഇവർ പറയാം നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കാനായിട്ട് വരണം, നിങ്ങൾ സന്തോഷത്തോടെ കയ്യിലുള്ള ഏറ്റവും നല്ലതും എടുത്തിട്ട് വരണം. ഇങ്ങനെ പറഞ്ഞ് വഞ്ചിക്കുന്ന അനേക കള്ളപ്രവാചകന്മാരും കള്ള ദീർഘദർശികളും നിറഞ്ഞിരിക്കുന്ന കള്ള അപ്പോസ്തലന്മാരും നിറഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ നാം ഒന്ന് ഉണരേണ്ടതായിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, യൂദയ്ക്ക് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും അവൻ ഇടയ്ക്കിടയ്ക്ക് പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിക്കുമായിരുന്നു. അതിനാൽ അവൻ കർത്താവിനെ ഉറ്റുകൊടുക്കേണ്ടതായിട്ട് വന്നു. 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിനെ ഉറ്റുകൊടുത്ത ആ ഒരു യൂദാസ്മാർ ധാരാളമുള്ള ഈ തലമുറയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഇതുവരെയുള്ള പ്രസംഗത്തിലൊന്നും ആരുടെയും പേര് പരാമർശിക്കാതെയാണ് ഇതുവരെയൊക്കെ ഞാൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പേര് പരാമർശിക്കുക തന്നെ വേണം. ജനങ്ങൾ അറിയണം, കള്ളപ്രവാചകന്മാരെയും കള്ള ദീർഘദർശികളെയും വചനത്തെ വളച്ചൊടിച്ച് അതിനെ അടിച്ച് പഠിപ്പിക്കുന്ന ഈ ദുഷ്ടന്മാരെ ദൈവജനം തിരിച്ചറിയണം. അതിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. നാം ദൈവവചനം പഠിക്കണം, ദൈവവചനത്തിലേക്ക് തിരിയണം. സത്യസുവിശേഷത്തെ അറിയിക്കുന്ന, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ അന്വേഷിക്കണം. അങ്ങനെയുള്ള കൂട്ടങ്ങൾ ചെറുതായിരിക്കും, അവിടെ പോകണം, വചനം പഠിക്കണം. അങ്ങനെ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നാം തീരേണ്ട ആവശ്യമുണ്ട്. ഇന്ന് വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസം സമയത്തിനുമായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. അനേക വഞ്ചകന്മാർ പുറപ്പെട്ടിരിക്കുന്ന കർത്താവേ, അനേക കള്ളക്രിസ്തുക്കൾ പുറപ്പെട്ടിരിക്കുന്ന കർത്താവേ. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ പണം പിരിച്ച് സമ്പാദിക്കുന്ന കള്ളന്മാരുള്ള കള്ള ദീർഘദർശിമാരുള്ള യൂദാസുമാരുള്ള ഈ തലമുറയിൽ കർത്താവേ, യഥാർത്ഥ അപ്പോസ്തലന്മാരെയും യഥാർത്ഥ പ്രവാചകന്മാരെയും യഥാർത്ഥ സഹോദരന്മാരെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ജനത്തിന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെയും സഹായിക്കണമേ കർത്താവേ. ദൈവമേ, ഏതിൽ നിന്നാണ് വരുന്നത്, ആത്മാവ് ഏതിൽ നിന്നാണ് വിവേചിക്കുവാനുള്ള കൃപ അങ്ങയുടെ ജനത്തിന് കൊടുക്കണമേ കർത്താവേ. ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ ദുഷ്ടനിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ്. പണമില്ലാത്തവനും പണമുള്ളവനും ഒരുപോലെ ദ്രവ്യാഗ്രഹത്താൽ പിടിക്കപ്പെടുവാൻ സാധ്യതയുണ്ടല്ലോ കർത്താവെ. ദ്രവ്യാഗ്രഹത്തിൽ പിടിക്കപ്പെട്ടു പോയ ആരും തിരികെ വന്നിട്ടില്ലല്ലോ കർത്താവ്. ഒരു ആഖാൻ പോയി അവൻ നശിച്ചു പോയി, ഒരു കർത്താവെ ബിലയാം പോയി അവൻ നശിച്ചു പോയി കർത്താവ്, ഒരു യൂത പോയി അവൻ നശിച്ചു പോയി കർത്താവെ. ദൈവമേ, എന്നാൽ ദൈവമേ, ഇന്നും ഈ തലമുറയിൽ അനേകർ കർത്താവ് ഇങ്ങനെ പണത്തിന് വേണ്ടി സുവിശേഷത്തെ ഒരു വ്യാപാരമായി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് ജനത്തിന് കർത്താവെ ഒരു സുബുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കണമേ കർത്താവെ. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ സബ്സ്ക്രൈബർക്കായിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവെ. അനേകർ ഇത് കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ, സത്യത്തെ തിരിച്ചറിയുവാൻ കൃപ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുത്തല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.